നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളോ, ചില പോരായ്മകളോ, ചില വരൾച്ചകളോ, ചില നിന്ദകളോ, ചില അപമാനങ്ങളോ, ചില വിയോഗങ്ങളോ ദുഃഖങ്ങളോ വന്നു എന്നുള്ളത് കൊണ്ട് നാം തളർന്ന് പിന്മാറി പോകരുത്. മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുക. നിങ്ങൾ യേശു ക്രിസ്തുവിന് മുന്നിൽ കണ്ണുനീരൊഴുക്കി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ജാഗരിക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കുക. അങ്ങനെ നിരാശപ്പെടാതെ മുന്നോട്ട് പോയാൽ നമുക്കും വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില വരൾച്ചകൾ മാറണമെങ്കിൽ, ചില പ്രതിസന്ധികൾ മാറണമെങ്കിൽ നിങ്ങൾ യേശു പറയുന്നത് അനുസരിക്കണം. കൂടെയുള്ളവർ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. അതുവരെയും കൂടെ നടന്നവര് അവരെന്ത് ചിന്തിക്കും, അവർ എന്നെക്കുറിച്ച് എന്ത് അനുമാനിക്കും, അവരെന്നെ കളിയാക്കുമോ, അവരെന്നെ ഒറ്റപ്പെടുത്തുമോ, അതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ യേശുവിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയില്ല. മോനെ, നിന്റെ രോഗം സൗഖ്യമാകണമെങ്കിൽ, നിന്റെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, നിന്റെ കടബാധ്യത മാറണമെങ്കിൽ, മോനെ, അത് നിന്റെ പ്രശ്നമാണ്, മറ്റാരുടെയും പ്രശ്നമല്ല. കുറ്റം പറയുന്ന മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുകയില്ല. നീ യേശുവിലേക്ക് നോക്കി യേശു പറയുന്നത് എന്തെന്നനുസരിക്കാൻ തയ്യാറാകണം. ഇന്ന് യേശു പറയുന്നതിലും കൂടുതൽ മറ്റുള്ളവരെന്ത് പറയും? അതാണ് മനുഷ്യനെ പലപ്പോഴും തടുത്തു നിർത്തുന്നത്. എൻ്റെ സമൂഹത്തിലുള്ളവർ, എൻ്റെ സഭയിലുള്ളവർ, എൻ്റെ കൂട്ടുകെട്ടിലുള്ളവർ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ അയൽക്കാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ ബന്ധുമിത്രാദികൾ അവരെന്തു പറയും? അവരെന്തും പറയട്ടെ പ്രിയനെ, അവരെന്തും പറയട്ടെ. മോനെ, നിൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ? നിനക്ക് സൗഖ്യം വേണമോ? നിൻ്റെ കടം മാറണമോ? നിൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറണമോ? നിൻ്റെ വ്യക്തി ജീവിതത്തിലെ നിരാശ മാറണമോ? എങ്കിൽ നീ ഇറങ്ങി പുറപ്പെടണം.